ഈ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബം ഒന്നടക്കം വന്നു നിന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നതിനോർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ 2022 നവംബർ 1 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് പ്രത്യേകമായി അമ്മ നൽകിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ പ്രൊഫഷണലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അതിനുശേഷം ഞാൻ CPA USA എന്നുള്ള കോഴ്സ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. 2023 ഡിസംബറിലാണ് എൻ്റെ ലാസ്റ്റ് എക്സാം ആയത്. പക്ഷേ 2024 തൊട്ട് അത് പുതിയ സിലബസിലേക്ക് മാറുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ലാസ്റ്റ് എക്സാം 23 തീർന്നില്ല എങ്കിൽ 2024 ഞാൻ പുതിയ സിലബസിൽ രജിസ്റ്റർ ചെയ്ത് 1 വർഷം കൂടി ഞാൻ പഠിക്കണമായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഞാൻ 2023 ഡേറ്റ് നോക്കിയിട്ട് എനിക്ക് ലാസ്റ്റ് എക്സാമിന് എന്ത് ചെയ്താൽ ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. ലാസ്റ്റ് ചാൻസ് ആയ കാരണം ഓൺലൈനെല്ലാം ഫുള്ളായിരുന്നു ബുക്കിംഗ്. അവസാനം ഞാൻ മാതാവിനോട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതകരമായി 3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു ഡേറ്റ് കിട്ടുകയും ആ പരീക്ഷ ഞാൻ പാസ്സാവുകയും 2023 തന്നെ CPA USA എന്നുള്ള കോഴ്സ് എൻ്റെ കംപ്ലീറ്റ് ആക്കാനും സാധിച്ചു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നതിനായിട്ട് ദുബായിലുള്ള എൻ്റെ ജോലി വിട്ടിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇതിനുശേഷം ഞാൻ രണ്ടാമത് പുതിയൊരു ജോലിക്കായി ശ്രമിച്ചപ്പോൾ എൻ്റെ പ്രതീക്ഷ പെട്ടെന്ന് തന്നെ ജോലി കിട്ടുമെന്നായിരുന്നു. ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള കാരണം പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടന്നില്ല. വളരെ സമയമെടുത്തു. അവസാനം എനിക്ക് 2024 ഒക്ടോബറിൽ ജപമാല റാലി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ അതിന് പങ്കെടുക്കുന്നതിന് മുമ്പായിട്ടെങ്കിലും എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഒരു ദിവസത്തിനായിട്ടെങ്കിലും ഞാൻ നാട്ടിൽ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തോളാമെന്ന് മാതാവിനോട് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ജപമാല റാലിയുടെ തലേ ദിവസം എനിക്ക് ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഓഫർ ലെറ്റർ കിട്ടുകയും അന്ന് തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം മോർണിംഗ് ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. തിരിച്ച് ചെന്നിട്ട് ഞാൻ പുതിയ ജോലിയിൽ പ്രവേശിച്ചു. ഇതുവരെ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഞങ്ങൾ ദുബായിലായ കാരണം ഞങ്ങൾ ഇവിടുന്ന് പത്രം കൊണ്ട് പോകാറുണ്ടായിരുന്നു. പോരാത്തതിന് ഞങ്ങളുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും വരുന്നെങ്കിൽ അവരോടും പത്രം കൊണ്ടുവന്ന് ഞാൻ അവിടെ വിതരണം ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത്, ഞങ്ങളവിടെ സാമ്പത്തിക സഹായം കൊടുക്കുമായിരുന്നു. അവിടെയുള്ളവർക്കായാലും ഭക്ഷണം വാങ്ങിക്കൊടുക്കും. ഇവിടെ നാട്ടിലായാലും ഓർഫനേജുകളിലും അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെയും സാമ്പത്തികമായി വയ്യാത്ത ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെയും സാമ്പത്തിക സഹായം നൽകി പോരാറുണ്ട്. വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്, പ്രാർത്ഥനയുടെ മൂല്യം ശരിക്കും തിരിച്ചറിഞ്ഞു. കുടുംബ പ്രാർത്ഥനയെല്ലാം മുടക്കം വരുത്താതെ മാതാവിനെ ഇവിടെ മുട്ടിപ്പായിട്ട് ചേർന്നു. പണ്ട് മാതാവിനോട് ഇഷ്ടമായിരുന്നെങ്കിൽ കൂടി ഇപ്പോഴാണ് മാതാവിൻ്റെ ഒരു പ്രത്യേകമായ വില തിരിച്ചറിയുന്നത്. ജീവിതത്തിൽ ഓരോ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ മാതാവിനോട് ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു ശീലം എനിക്കും എൻ്റെ കുടുംബത്തിനും വന്നു. ഇതുവരെ എൻ്റെ ജീവിതത്തിലും എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. തോബിത്തിൻ്റെ പുസ്തകം 4:19. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക, നിൻ്റെ പാതകൾ നേരെയാകുവാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കുവാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. കർത്താവാണ്